ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്, പക്ഷേ അതിലിന്ന് ക്ലീനിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ക്ലീൻ വിത്ത് മീ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫും കുക്കിങ്ങും ഒക്കെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലീനിങ് വീഡിയോയും കൂടെ ആവാമെന്ന് വിചാരിച്ചു. മെയിൻലി ക്ലീനിങ് വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ താമസിക്കുന്ന വീട്, പരിസരം, നമ്മുടേതായിട്ടുള്ള എന്ത് കാര്യങ്ങളായിരുന്നിരുന്നാലും അത് ക്ലീനായിട്ടും നീറ്റായിട്ടും സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്, ഇതൊക്കെ എൻ്റെ കൺസെപ്റ്റാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് ഇതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഞാൻ പിന്നെ വളരെ ചെറുപ്പത്തിലെ, മീൻസ് എൻ്റെ ഒരു 10 വയസ്സായപ്പോൾ മുതലേ എൻ്റെ മമ്മി എന്നെ കൊണ്ട് അത്യാവശ്യം വീട്ടിൽ ജോലികൾ, മീൻസ് ഈ ക്ലീനിങ് മസ്റ്റായിട്ട് മമ്മി ചെയ്യിപ്പിക്കുമായിരുന്നു. അത് അന്നൊക്കെ എനിക്ക് ദേഷ്യം തോന്നുമായിരുന്നു മമ്മിയുടെ അടുത്ത്. കാരണം ഇത് എന്തുവാ ഇത്, കൊച്ചുകുട്ടിയെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, ക്ലീൻ ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് മമ്മിയോട് ഒത്തിരി ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മമ്മിയുടെ വീട്ടുകാരും അതെ, ഡാഡിയുടെ വീട്ടുകാരും അതെ, ഭയങ്കര വൃത്തിക്കാരാട്ടോ. അപ്പോൾ അന്നങ്ങനെ തോന്നിയെങ്കിലും പിന്നീട് ആ ചെറുപ്പത്തിലേ എനിക്ക് തന്ന ആ ഒരു ട്രെയിനിങ് ആയിരിക്കണം പിന്നീട് എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. മീൻസ് എനിക്ക് ഒരു സ്ഥലം പോലും ഇങ്ങനെ വൃത്തിയില്ലാണ്ട് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് അസ്വസ്ഥത വരും. അപ്പോൾ മെയിൻ തിങ്, ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെയും എപ്പോഴും ടൈഡി ആയിട്ട് സൂക്ഷിക്കുന്നതിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, എൻ്റെ പീസ് ഓഫ് മൈൻഡാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് ആവുന്നതിന് മുമ്പേ ഞാൻ ഒരുപാട് വാടക വീടുകളിൽ താമസിച്ചിട്ടുണ്ട് കേട്ടോ. 1ഉം 2ഉം ഒന്നുമല്ല, കുറേ വീടുകളിൽ താമസിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. പക്ഷേ ആ വീട്ടിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും അതൊരു വാടക വീടാണ്, എൻ്റെ വീടല്ല, പിന്നെ എന്തിനാണ് ഞാനത് സൂക്ഷിക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം ഒത്തിരി പേരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടല്ലല്ലോ, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നില്ല, അതെന്തിനാണ് ഇപ്പോൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കിയും സൂക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല ചിന്തിക്കുന്നത്. കാരണം നമ്മളാണ് അവിടെ താമസിക്കുന്നത്. നമ്മൾ മീൻസ് ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടികൾ, ഇവരുടെയൊക്കെ ആരോഗ്യം ഇതിനെയൊക്കെ ബാധിച്ചിരിക്കുന്നു. ഫുഡിനെ മാത്രമല്ല, നമ്മുടെ ഈ ഒരു ക്ലെൻലിനെസ്സിനെയും കൂടെ ബാധിച്ചിട്ടാണ് നമ്മുടെ ഹെൽത്ത് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളും എൻ്റെ ഹസ്ബൻഡും ഞാനും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളത് എനിക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും നീറ്റാക്കി വെച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീടല്ല, ഇതൊരു വാടക വീടാണെന്ന് കരുതിയിട്ട് ഞാൻ ഒരിക്കലും, എന്ന് വെച്ചാൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു വീട്ടിൽ നിന്നും ഒരു ഓണേഴ്സിനും ഞങ്ങൾ പോകുന്ന അവിടുന്ന് മാറുന്ന അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അവർ നോക്കുമ്പോൾ പലരും എന്നോട് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പോലും ഇത്രയും നീറ്റായിട്ട് നോക്കില്ല അത് ചെയ്യുന്നു. അതൊന്നും എൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അത് എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും ഒക്കെ ഒരു എന്താ പറയുന്ന ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരെന്നെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നീറ്റ്നെസ്സിലോട്ട് വരില്ലായിരുന്നു. അതിന് മമ്മിയോടും ഡാഡിയോടും ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെ എപ്പോഴും ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെയും നമ്മൾ ഈ ഒരു ക്ലെൻലിനെസ് നന്നായിട്ട് പഠിപ്പിക്കണം കേട്ടോ. കാരണം അറ്റ്ലീസ്റ്റ് ഇപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട. അവർ കഴിച്ച പാത്രം നമ്മൾ അതൊന്ന് കഴിയിപ്പിച്ച് വെക്കുക. അറ്റ്ലീസ്റ്റ് ആ ഡൈനിങ് ടേബിളിൽ നിന്ന് തന്നെ അവർ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് പോയി ഈവൻ ആ കിച്ചൺ സിങ്ക് വരെയെങ്കിലും കൊണ്ടിടാനുള്ള ഒരു ഇതിൽ തന്നെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എന്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു, നമ്മൾ എന്ത് ചെയ്ത് ശീലിച്ച് വരുന്നു, അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട്, ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് അതങ്ങ് മാറും. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെയും അതെ, ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും ഈ ക്ലെൻലിനെസ് എനിക്ക് മസ്റ്റായിട്ടുള്ള കാര്യം. കാരണം കുക്കിംഗ് എന്ന് പറയുന്നത് അവർക്ക് എവിടെയെങ്കിലും നോക്കിയൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാബിറ്റായാൽ മാത്രമേ നമുക്കത് അങ്ങനെ ആവാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് ഞാൻ കുട്ടികളെ എപ്പോഴും അങ്ങനെ ഒരു നീറ്റ്നെസ്സിൽ ഇതാക്കിയതുകൊണ്ട് അവരും ഇപ്പോൾ എവിടെ പോയിരുന്നിരുന്നാലും അതെ, അവർക്കൊരു എന്താ പറയുന്നത്, ക്ലീൻ അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അവരെ കൊണ്ട് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അവർ ദൂരെ താമസിക്കുവാണ്, അവിടെയാണെങ്കിലും അതെ വേറെ ആൾക്കാരുണ്ട് എന്ന് വെച്ചിട്ട് അവർ കുറച്ച് നീറ്റ് ഇല്ല എന്ന് കണ്ടിരുന്നാൽ ഇവരതൊന്നും നോക്കാറില്ല. അത് മറ്റുള്ളവരുടെ പ്ലേസാണ്, അങ്ങനെയൊന്നും നോക്കാറില്ല. ഞാൻ മാത്രമല്ലല്ലോ താമസിക്കുന്നത്. അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരും അവിടെയൊക്കെ ക്ലീൻ ചെയ്തിടാറുണ്ട്. എനിക്കതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളോട് ഭയങ്കര പ്രൗഡാണ്. കാരണം ഒരിക്കലും അവർ ചെയ്യുന്നില്ല പിന്നെ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കാതിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതും. എന്തായിരുന്നാലും അവരതുപോലെ തന്നെ നോക്കി കണ്ടും അറിഞ്ഞും ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാനും ഇപ്പോൾ ഈ ഒരു ക്ലീനിങ് വീഡിയോ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്രയൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കാനും കൂടെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ക്ലീനിങ് വീഡിയോ ഇട്ടത്. പക്ഷേ അതിനെപ്പറ്റി ഇനിയിപ്പം എനിക്ക് ഒത്തിരി അങ്ങ് പറയാനൊന്നുമില്ല. ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലീനിങ് അല്ലേ മനസ്സിലാവും. പിന്നെ ഡാനിക്കുട്ടനെ ഇക്രൂനും ഫുഡ് കൊടുത്തു. അവന്മാർക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇട്ടിട്ട് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോഴേക്കും അവന്മാർ രാവിലെ ആകുമ്പോൾ ഉടുപ്പൊക്കെ ഊരി ഒരു സൈഡിൽ വെച്ചിട്ടിരിക്കുന്നുണ്ടാവും. കാരണം ഇത് ഡോഗ്സിൻ്റെ ഡ്രസ്സ് അല്ലല്ലോ, ഇത് കുഞ്ഞ് പിള്ളേരുടെ ഡ്രസ്സുകൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിട്ട് കൊടുക്കുമ്പം അവന്മാർക്കത് പറ്റില്ല. അവരുടെ ഇങ്ങനെ കയ്യിൽ നിന്നും ഒക്കെ ഊരിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഊരിപ്പോകുന്നത്. എന്നാലും എനിക്ക് ചിലപ്പോൾ അവന്മാർക്ക് തണുക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു സന്തോഷം, അത്ര തന്നെയാണ്. പിന്നെ എന്താ, അങ്ങനെ ക്ലീനൊക്കെ ഇത് മീൻസ് ക്ലീൻ ചെയ്യുമ്പോഴത്തേൽ ഞാൻ ഒരു വാക്യൂം ക്ലീനർ കാണിച്ചായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഒരു വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിരുന്നു. അതൊരു സാധാ വാക്യൂം ക്ലീനറാണ് കേട്ടോ, അങ്ങനെ ബ്രാൻഡഡ് കമ്പനിയുടെ ഒന്നുമല്ല. എന്നാലും എൻ്റെ കയ്യിലത് വന്നിട്ടൊരു 10-15 വർഷമായി. ഇതുവരെയും അതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അന്ന് ഞാനൊരു 1500 രൂപയ്ക്ക് മേടിച്ച വാക്യൂം ക്ലീനറാണ്. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ബ്യൂറേക്ക ഫോബ്സിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അതിന് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ എനിക്ക് ഈ വെയിറ്റ് ഇങ്ങനെ നീക്കാനും കൊണ്ടടക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊരു വെയ്റ്റ്ലെസ് ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത് അത്ര വലിയൊരു നല്ല കമ്പനിയുടേതായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഊരി ഇങ്ങനെ അതിൻ്റെ പാർട്സ് എപ്പോഴും ഇങ്ങനെ ഊരി പോകും. ഞാൻ എപ്പോഴും അത് ഫിക്സ് ചെയ്യാനായിട്ട് നിൽക്കണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് മോപ്പും കൂടെ കോഡഡാണ്, അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു സ്പിൻ മോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേ. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഈ തുടയ്ക്കുന്നത് ഒരു സ്പ്രേ മോപ്പ് വെച്ചാൽ അത് ഞാൻ ഈയിടെ മേടിച്ചത് തന്നെയാണ്. പക്ഷെ അത് കംഫർട്ടബിളാണ് കേട്ടോ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ എന്താ പറയുന്നത്, ഈ നമുക്ക് ഈ ഫേർണിച്ചേഴ്സിൻ്റെ ഒന്നും അടിഭാഗം ഒന്നും തുടയ്ക്കാനായിട്ട് അത് ബുദ്ധിമുട്ടാണ്. അത് അങ്ങോട്ട് പോകത്തില്ല. കാരണം അതിൻ്റെ ആ ഒരു സ്പ്രേയർ മേളിലിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ബോട്ടിൽ അടിയിലോട്ട് പോകത്തില്ല. അല്ലാതെ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ ഒന്ന് തുടയ്ക്കാനും ഒക്കെയാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേലും ബാത്റൂമും കൂടെ നന്നായിട്ടൊന്ന് കഴുകുകയാണ്. കാരണം നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ഹൈജീൻ നമ്മൾ നോക്കുന്നത് ഒന്ന് നമ്മുടെ ഫുഡിലൂടെയാണ്. അപ്പം നമ്മുടെ കിച്ചൺ എപ്പോഴും മസ്റ്റായിട്ട് ക്ലീൻ ആയിരിക്കണം. കാരണം അവിടെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും അവിടെ നിന്നാണ് ഭക്ഷണം കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എപ്പോഴും കിച്ചൺ നല്ല പക്ക ക്ലീൻ ആയിരിക്കണം. പിന്നെ നമ്മളുടെ ബോഡി നമ്മൾ ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ് ബാത്റൂം എന്ന് പറയുന്നത്. ചിലരൊക്കെ പറയും എന്തിനാണ് ബാത്റൂം എപ്പോഴും ക്ലീൻ ചെയ്യുന്ന വാഷ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അതിൻ്റെ അകത്തും ജേംസും കാര്യങ്ങളും അഴുക്കും ഒക്കെ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് നമ്മുടെ ബോഡി ഷവർ ചെയ്തിട്ട് എന്താ കാര്യം, അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമോ? അപ്പോൾ ആ ഭാഗങ്ങളിലും അവിടെയും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ കുളിച്ചിറങ്ങുമ്പോഴത്തേലും നമുക്കും നമ്മളും ഹൈജീനായിരിക്കുകയുള്ളൂ. അതൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ബാത്റൂംസൊക്കെ കഴുകും. ബാത്റൂം കഴുകുന്നതിനൊപ്പം തന്നെ ഞാൻ ആ ബക്കറ്റ്സ് മിക്കവാറും ഒരു 2 ഡേയ്സിലൊരിക്കൽ ഞാൻ ബാത്റൂംസ് കഴുകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ബക്കറ്റ്സൊക്കെ കഴുകി വയ്ക്കും. ഇല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതൊക്കെ ഒരു അൺഹൈജീനിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അത് ബാത്റൂമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡോറ് കഴുകുമ്പോഴുണ്ടല്ലോ വെള്ളം ഇപ്പുറത്തോട്ട് വരുവേ. അതുകൊണ്ട് ഞാൻ 2 വൈപ്സ് എടുത്തിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് നന്നായിട്ട് അങ്ങ് തുടച്ചെടുത്തു. അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറും കൂടെ തുടച്ച് കഴിയുമ്പോഴില്ലേ നമ്മൾ ആ കുളിക്കുമ്പോഴുള്ള വെള്ളത്തുള്ളികൾ സോപ്പിൻ്റെ അംശമൊക്കെ അതിൻ്റെ ബാക്കിലൊക്കെ പോയിരിക്കത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേൽ അതും ക്ലീനാവും. എന്നിട്ട് പിന്നെ ഞാൻ കുളിച്ചു, അപ്പോഴേക്കും കംപ്ലീറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർ ദയവ് ചെയ്തിട്ട് വീണ്ടും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യരുത് കേട്ടോ, എങ്കിൽ അത് വീണ്ടും അൺസബ്സ്ക്രൈബായി പോകും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.